ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ മിണ്ടരുത്. ഓ, ഇപ്പോഴേ അവൾക്ക് സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയല്ലോ ആന്റി. ഇതിൽ നിന്നും വ്യക്തമല്ലേ രണ്ടുപേരും ചേർന്ന് നടത്തുന്ന നാടകമായിരുന്നു. അതിനല്ലേ ഇവൾ ഈ ദരിദ്രവാസിയെ കൂടെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നേ. രാഹുൽ എന്താ ഒന്നും മിണ്ടാത്തത്? ഇവളിപ്പോ നിന്റെ ഭാര്യയാണ്. നിന്റെ തീരുമാനത്തിന് തന്നെയാണ് പ്രാധാന്യം. ഞാൻ ഒരിക്കലും ഇവളെ ഭാര്യയായിട്ട് അംഗീകരിക്കില്ലേട്ടാ. എന്റെ അമ്മ പറയുന്ന പോലെ ചെയ്യാനാ എന്റെ തീരുമാനം. മഹി, കേട്ടല്ലോ? എന്റെ മകന് ഒരു താല്പര്യമില്ലാത്ത ഒരുത്തിയെ അവന്റെ തലയിൽ കെട്ടിവെച്ചത് നിന്റെ ഭാര്യ. ഇപ്പോ അവന്റെ ജീവിതം നശിച്ചില്ലേ? എല്ലാത്തിനും മഹിയേട്ടനും കൂടെ ഉത്തരവാദിയാ. ഗംഗയ്ക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തു. അതാ ഇതിനൊക്കെ കാരണം. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ. എല്ലാം എന്റെ തെറ്റാ. ഭാര്യയെ നിയന്ത്രിക്കാൻ അറിയാത്തൊരു ഭർത്താവായി പോയി ഞാൻ. മഹേട്ടാ, മഹേട്ടൻ ഇങ്ങനൊന്നും പറയല്ലേ. ഗംഗ എന്നോട് സംസാരിക്കണ്ട. ഇതുവരെ എന്നോട് പറയാൻ മടിച്ചതൊന്നും ഇനി പറയേണ്ട കാര്യമില്ല. നീ ചെയ്ത തെറ്റിന്റെ പേരിൽ എല്ലാവരുടെ മുമ്പിൽ കഴിവുകെട്ട ഒരു ഭർത്താവായി ഞാൻ. ഗംഗയോട് ദേഷ്യപ്പെടല്ലേ അച്ഛാ? മോളെ, മുതിർന്നവർ സംസാരിക്കുന്നതിന് ഇടയിൽ കയറരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? കുഞ്ഞിനെ പറഞ്ഞിട്ട് എന്താ കാര്യം? പഠിപ്പിക്കുന്നത് ഇവളല്ലേ? മഹി, ഇപ്പൊ തന്നെ ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിടണം. അമ്മ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കുക. ഈ വീട്ടിൽ നിന്ന് നമ്മൾ ഈ പെൺകുട്ടിയെ പറഞ്ഞു വിട്ടാൽ ഇവൾക്കുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ ഉത്തരവാദിത്തം പറയേണ്ടി വരും. അതുകൊണ്ട് രാജി സ്വീകരിക്കാതെ നിവൃത്തിയില്ല. ശരിയാ നാത്തോനെ, മഹി പറയുന്നതിലും കാര്യമുണ്ട്. എന്ന് കരുതി അഷ്ടയ്ക്ക് വകയില്ലാത്ത ഒരുത്തിയെ രാഹുലിന്റെ തലയിൽ കെട്ടിവെക്കണോ? പണത്തിന്റെയും സ്വത്തിന്റെയും പേരിൽ അമ്മ ഈ വിവാഹത്തെ എതിർക്കണ്ട. അതിന് പരിഹാരം ഞാൻ ഉണ്ടാക്കാം. എന്ത് പരിഹാരം? തൽക്കാലം എന്റെ പേരിലുള്ള സ്വത്തിന്റെ ഒരു പങ്ക് ഞാൻ രാഹുലിന് എഴുതി കൊടുക്കാം.